30 മിനിറ്റിൽ ഏത് പാഠഭാഗവും പഠിക്കാം, ഒരിക്കലും മറക്കാത്ത രീതിയിൽ. എനിക്ക് ശ്രദ്ധിച്ചു പഠിക്കാൻ വയ്യ. 5 മിനിറ്റ് കഴിഞ്ഞാൽ മനസ്സ് അലസമാകുന്നു. മൊബൈൽ ഫോൺ ഇടയ്ക്കിടെ എടുത്തു നോക്കാതെ പറ്റുന്നില്ല. ഒരു പേജ് മുഴുവൻ ശ്രദ്ധയോടെ വായിച്ചു തീർക്കാനായില്ല. അപ്പോഴേക്കും മറ്റു പല കാര്യങ്ങളും ചിന്തകളായി മനസ്സിലേക്ക് വരുന്നു. ഈ വാക്കുകൾ പരിചിതമാണോ? നമുക്കെല്ലാം അനുഭവമുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. ഈ തടസ്സങ്ങളെല്ലാം മാറ്റി ഫോക്കസ് ചെയ്ത് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? എങ്കിൽ ഈ ഓഡിയോ ബുക്ക് നിങ്ങൾക്കുള്ളതാണ്. ഫോക്കസ് എന്നത് ഒരു അദ്ഭുത ശക്തിയാണെന്നും ചിലർക്ക് മാത്രമേ അത് സ്വാഭാവികമായി ലഭിക്കുകയുള്ളൂ എന്നും നമുക്ക് തോന്നാറുണ്ട്. ഇത് തികച്ചും തെറ്റാണ്. ഫോക്കസ് ഒരു പേശി പോലെയാണ്. ശരീരത്തിലെ മസിലുകൾ വ്യായാമം ചെയ്ത് ശക്തിപ്പെടുത്തുന്നത് പോലെ ഫോക്കസ് എന്ന മസിൽ ശക്തിപ്പെടുത്താനും പരിശീലനം വേണം. ഈ പുസ്തകത്തിലൂടെ നമ്മൾ നമ്മുടെ ഫോക്കസ് വളർത്തിയെടുക്കാൻ പോകുന്നു. ഒരുപാട് മണിക്കൂറുകൾ ചെലവിട്ടുകൊണ്ടല്ല, വെറും 30 മിനിറ്റ് മാത്രം നീളുന്ന ഒരു പ്രവർത്തനത്തിലൂടെ. 30 മിനിറ്റ് അത് വളരെ കുറച്ചാണ് എന്ന് നമുക്ക് തോന്നാം. അല്ല, അത് വളരെ ഫലപ്രദമായ സമയമാണ്. ഇത് പഠന മികവിനായുള്ള ഒരു മാരത്തോൺ ഓട്ടമല്ല, ഒരു സ്പ്രിന്റ് ഓട്ടമാണ്. എല്ലാവർക്കും ഒരു സ്പ്രിന്റ് ഓടാൻ കഴിയും. ഈ 30 മിനിറ്റ് ആഴത്തിലുള്ള ഫലപ്രദമായ നിരന്തരമായ പഠനത്തിനുള്ള നമ്മുടെ ഗേറ്റ് വേ ആയിരിക്കും. 4 അധ്യായങ്ങളാണ് ഈ ഓഡിയോ പുസ്തകത്തിൽ ഉള്ളത്. ആദ്യ അധ്യായം 30 മിനിറ്റിന്റെ മാന്ത്രികതയെക്കുറിച്ചുള്ളതാണ്. 2ാം അധ്യായത്തിൽ നമ്മുടെ ശ്രദ്ധയെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാം. ഫോക്കസ് ചെയ്തുള്ള പഠനത്തിനായുള്ള തയ്യാറെടുപ്പുകൾ ആണ് 3ാം അധ്യായത്തിൽ. അധ്യായം 4-ൽ ഫലപ്രദമായി പഠിക്കാനുള്ള രീതി കൃത്യമായി വിശദീകരിച്ചിരിക്കുന്നു. ഈ 4 അധ്യായങ്ങളും ശ്രദ്ധാപൂർവം കേട്ട് പരിശീലിക്കുന്നതിലൂടെ ആർക്കും ഒരിക്കലും മറക്കാതെ പഠിക്കാനാകുന്ന ഫോക്കസ് നേടാം. തയ്യാറാണോ? അപ്പോൾ നമുക്ക് തുടങ്ങാം. അധ്യായം 1: 30 മിനിറ്റിന്റെ മാന്ത്രികത. മനുഷ്യ മനസ്സിന് ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാനാകുന്ന ഒരു ശ്രദ്ധാ കാലയളവ്, അറ്റൻഷൻ സ്പാൻ ഉണ്ട്. പഠനത്തിനായി മനസ്സിന് സ്വയം ശാന്തമായി ഉറച്ചു നിൽക്കാൻ കഴിയുന്ന സമയമാണിത്. പഴയകാലത്ത് ഇത് വളരെ നീണ്ടുനിന്നതായി കരുതപ്പെട്ടിരുന്നു. പക്ഷേ ഡിജിറ്റൽ യുഗത്തിൽ നമ്മുടെ ശ്രദ്ധയെ അപഹരിക്കാൻ ലക്ഷക്കണക്കിന് തടസ്സങ്ങൾ ഉണ്ട്. അതിനാൽ മനസ്സിൽ മറ്റു ചിന്തകൾ കടന്നു വരാതെ മണിക്കൂറുകളോളം പഠനത്തിൽ മാത്രം ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരു കടലിലെ തിരമാലകളെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്നത് പോലെയാണ്. അത് അസാധ്യമാണെന്നല്ല, പക്ഷേ വളരെ ബുദ്ധിമുട്ടാണ്. ഇവിടെയാണ് 30 മിനിറ്റ് പഠനം എന്ന ആശയം അതിൻ്റെ മാന്ത്രികത പ്രകടിപ്പിക്കുന്നത്. എന്തുകൊണ്ട് 30 മിനിറ്റ്? മാനസികമായി നിയന്ത്രിക്കാവുന്ന സമയം. ഇന്ന് 4 മണിക്കൂർ പഠിക്കണം എന്ന ചിന്ത നമ്മളെ തുടക്കത്തിലെ തളർത്തും. ഇപ്പോൾ 30 മിനിറ്റ് മാത്രം പൂർണ്ണ ശ്രദ്ധയോടെ പഠിക്കാം എന്നത് വളരെ എളുപ്പവും നിയന്ത്രിക്കാവുന്നതുമായി നമുക്ക് തോന്നുന്നു. ഇത് മനസ്സിനുള്ളിൽ ഉണ്ടാകുന്ന തടസ്സം, മെന്റൽ ബ്ലോക്ക് തകർക്കുന്നു. ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടത് പൊമോഡോറോ ടെക്നിക് പോലുള്ള ഫലപ്രദമായ പഠന രീതികൾ 25-30 മിനിറ്റ് ഫോക്കസ് സെഷനുകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. മനസ്സിന് ഒരു കാര്യത്തിൽ തുടർച്ചയായി ശ്രദ്ധിക്കാനുള്ള പരമാവധി കാലയളവ് ഇതാണെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഫലപ്രദമായത് ഹൈ എഫിഷ്യൻസി. 2 മണിക്കൂർ അലസമായ പഠനത്തേക്കാൾ 30 മിനിറ്റ് ആഴത്തിലുള്ള പഠനമാണ് നല്ലത്. കാരണം പഠിക്കുന്ന സമയം മുഴുവൻ നമ്മൾ ശരിക്കും പഠിക്കുകയാണ്. തടസ്സങ്ങൾ ഇല്ല. ഇത് ആഴത്തിലുള്ള പ്രവർത്തനം, ഡീപ്പ് വർക്ക് എന്ന ആശയത്തിന് അനുയോജ്യമാണ്. ചെറിയ വിജയങ്ങൾ. മനഃശാസ്ത്രപരമായി ഓരോ 30 മിനിറ്റ് സെഷൻ കഴിഞ്ഞാലും നമുക്ക് വിജയത്തിൻ്റെ അനുഭവം ലഭിക്കുന്നു. ഇത് ഡോപ്പമൈൻ എന്ന ഹോർമോൺ തലച്ചോറിൽ ഉണ്ടാക്കുകയും നമ്മെ സന്തോഷിപ്പിക്കുകയും അടുത്ത സെഷനായി പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ജീവിതത്തോട് യോജിക്കുന്നത്, ഫ്ലെക്സിബിൾ. ഒരു വിദ്യാർത്ഥി, ഒരു വീട്ടമ്മ, ഒരു ഓഫീസ് ജീവനക്കാരൻ, ഒരു തിരക്കുള്ള ഡോക്ടർ, എല്ലാവർക്കും ദിവസത്തിൽ 1-2 തവണ ഇത്തരം 30 മിനിറ്റ് ബ്ലോക്കുകൾ കണ്ടെത്താൻ കഴിയും. ഇത് പഠനത്തെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്നു, ജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന ഒന്നല്ല. ചിന്തിക്കുക, ഒരു ദിവസം നമുക്ക് 4 അത്തരം 30 മിനിറ്റ് സെഷനുകൾ നടത്താൻ കഴിഞ്ഞാൽ അത് 2 മണിക്കൂർ ശുദ്ധമായ ഫലപ്രദമായ പഠനമാണ്. ഒരാഴ്ചയിൽ 14 മണിക്കൂർ. ഇത് ഒരു സാധാരണ വിദ്യാർത്ഥിയുടെ അല്ലെങ്കിൽ വ്യക്തിയുടെ പഠന ലക്ഷ്യങ്ങൾക്ക് ധാരാളം മതിയാകും.
അധ്യായം 2. നമ്മുടെ ശ്രദ്ധയെ തടസ്സപ്പെടുത്തുന്ന ശത്രുവിനെ അറിയുക. നമ്മുടെ ശ്രദ്ധയെ തടയുന്ന ശത്രുക്കളെ നമ്മൾ അറിയണം. അവരെ മനസ്സിലാക്കിയാലേ നമുക്ക് അവരോട് യുദ്ധം ചെയ്യാൻ കഴിയൂ. ഈ ശത്രുക്കൾ 2 വിഭാഗത്തിൽപ്പെടുന്നു. ബാഹ്യ വിഘ്നങ്ങൾ, എക്സ്റ്റേണൽ ഡിസ്ട്രാക്ഷൻസ്. ആന്തരിക വിഘ്നങ്ങൾ, ഇന്റേണൽ ഡിസ്ട്രാക്ഷൻസ്. ബാഹ്യ വിഘ്നങ്ങൾ, പുറത്തു നിന്നുള്ളവ. സ്മാർട്ട് ഫോൺ, ഇതാണ് പ്രധാന ശത്രു. നോട്ടിഫിക്കേഷനുകൾ, മെസ്സേജുകൾ, സോഷ്യൽ മീഡിയ അപ്ഡേറ്റുകൾ, കോളുകൾ, ഇവയെല്ലാം നമ്മുടെ ശ്രദ്ധ തെറ്റിക്കും. ഇന്റർനെറ്റ് ബ്രൗസിംഗ്, പഠന വിഷയം ഗൂഗിൾ ചെയ്യാൻ പോയി, ഒരു വീഡിയോ കണ്ടു, അവിടെ നിന്ന് മറ്റൊരു ലിങ്കിലേക്ക്. ഇങ്ങനെ പഠന സമയം സൈബർ സ്പേസിൽ നഷ്ടമാകുന്നു. ശബ്ദം, വീട്ടിലെ സംസാരം, ടിവിയിലെ ശബ്ദം, വെളിയിലെ ട്രാഫിക്. മറ്റുള്ളവർ, കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, സഹപാഠികൾ എന്നിവർ. അറിഞ്ഞോ അറിയാതെയോ വരുന്ന ചോദ്യങ്ങളും മറുപടികളും. ചുറ്റുപാട്, അലങ്കോലമായ മേശ, അസ്വസ്ഥമായ പരിസരം, ശരിയായ വെളിച്ചമില്ലായ്മ, അത്തരം കാര്യങ്ങൾ. ആന്തരിക വിഘ്നങ്ങൾ, മനസ്സിനുള്ളിൽ ഉള്ളവ. ചിന്തകളുടെ തിരമാല, കഴിക്കാൻ നേരമായി, എന്താണ് ഇന്നത്തെ ഡിന്നർ, ആ ഫിലിം ഇന്നല്ലേ റിലീസായത്, എന്താണാവോ അഭിപ്രായം, ഇന്ന് ഞാൻ അയാൾക്ക് അയച്ച മെസ്സേജിന് ഇതുവരെ മറുപടി വന്നില്ലല്ലോ, മെസ്സേജ് കണ്ടു എന്നുറപ്പാണ്, എന്നിട്ടും മറുപടി അയക്കാൻ എന്താണിത്ര താമസം, ഫോണിൽ എന്തോ നോട്ടിഫിക്കേഷൻ വന്നു, മറുപടിയാകും, എടുത്തു നോക്കിയാലോ, വല്ലാത്ത ദാഹം, പോയി അല്പം വെള്ളം കുടിച്ചു വരാം. ഇത്തരത്തിൽ പഠിക്കാൻ ഇരുന്നാലും മനസ്സൊരിക്കലും നിശബ്ദമാകുന്നില്ല. ഇതാണ് ഏറ്റവും വലിയ ആന്തരിക വിഘ്നം. ആകുലതയും സമ്മർദ്ദവും, ആങ്സൈറ്റി ആൻഡ് സ്ട്രെസ്. പരീക്ഷ, ജോലി, കുടുംബം, സാമ്പത്തികം എന്നിവയെക്കുറിച്ചുള്ള ആശങ്കകൾ പഠന സമയത്ത് നമ്മളെ ബാധിക്കും. ക്ഷീണം, ഉറക്കമില്ലായ്മ, ശാരീരികമായ അലസത, മാനസികമായ തളർച്ച എന്നിവ ശ്രദ്ധയെ ഇല്ലാതാക്കും. വിശപ്പും ദാഹവും, ശരീരത്തിൻ്റെ അടിയന്തര ആവശ്യങ്ങൾ നിറവേറ്റപ്പെടാത്ത അവസ്ഥ നമുക്ക് ക്ഷീണമുണ്ടാക്കും. മടുപ്പ്, പഠന വിഷയം രസകരമല്ലെങ്കിൽ മനസ്സ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേഗം ശ്രമിക്കും. യുദ്ധതന്ത്രം എന്താണ്? ബാഹ്യവിഘ്നങ്ങളെ നമുക്ക് ഭൗതികമായി നിയന്ത്രിക്കാം. ആന്തരിക വിഘ്നങ്ങളെ നിയന്ത്രിക്കാൻ നമുക്ക് മാനസിക പരിശീലനം ആവശ്യമാണ്. അടുത്ത അധ്യായങ്ങളിൽ നമുക്കിവ നോക്കാം. അധ്യായം 3. തയ്യാറെടുപ്പ്. ഒരു സൈനികനും കൃത്യമായി തയ്യാറാകാതെ യുദ്ധഭൂമിയിൽ ഇറങ്ങില്ല. അതുപോലെ നമ്മളും 30 മിനിറ്റ് ഫോക്കസ് പഠനത്തിന് മുമ്പ് തയ്യാറാകണം. ഈ തയ്യാറെടുപ്പിലാണ് ഈ പ്ലാനിന്റെ വിജയത്തിന്റെ 50% നിലനിൽക്കുന്നത്. 1. ഒരു സ്ഥലം നിശ്ചയിക്കുക. നമ്മുടെ വീട്ടിൽ ഒരു സ്ഥലമോ മേശയോ പഠന മേഖലയായി നിശ്ചയിക്കുക. ആ സ്ഥലത്തെത്തുമ്പോഴെല്ലാം മനസ്സ് തനിയെ പഠന മോഡിലാകും. മേശ വൃത്തിയാക്കുക. പഠനവുമായി ബന്ധമില്ലാത്ത എല്ലാം മേശയിൽ നിന്നും അകറ്റിവെക്കുക. പഠന സാമഗ്രികൾ മാത്രം മതി. ഒരു വൃത്തിയായ മേശ എന്നാൽ ഒരു വൃത്തിയായ മനസ്സ് എന്നാണ് അർത്ഥം. വെളിച്ചം ശ്രദ്ധിക്കുക. പ്രകൃതി വെളിച്ചം ഏറ്റവും നല്ലതാണ്. അത് സാധ്യമല്ലെങ്കിൽ മങ്ങലോ അതിതീക്ഷ്ണമോ അല്ലാത്ത മികച്ച വെളിച്ചം ഉറപ്പാക്കുക. ശബ്ദം നിയന്ത്രിക്കുക. സാധ്യമെങ്കിൽ ശബ്ദങ്ങൾ അധികം ശല്യപ്പെടുത്താത്ത ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക. പഠന സമയത്ത് നമ്മുടെ ഫോൺ മറ്റൊരു മുറിയിൽ വെക്കുക. പഠന സമയത്ത് എല്ലാ അനാവശ്യ നോട്ടിഫിക്കേഷനുകളും ഓഫ് ചെയ്യുക. 2. ലക്ഷ്യം വ്യക്തമാക്കൽ. ഈ 30 മിനിറ്റിൽ ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്, ഇത് വ്യക്തമായിരിക്കണം. ഉദാഹരണം, ഫിസിക്സിലെ ഈ അധ്യായത്തിൻ്റെ 10 പേജ് വായിക്കുകയും പ്രധാന പോയിന്റുകൾ നോട്ടെടുക്കുകയും ചെയ്യും. ഗണിതത്തിലെ ഈ 5 പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണും. ഇത്തരത്തിൽ ലക്ഷ്യം വ്യക്തമാകണം. വ്യക്തമല്ലാത്ത ലക്ഷ്യം വ്യക്തമല്ലാത്ത ഫലമേ നമുക്ക് നൽകൂ. പഠന സാമഗ്രികൾ തയ്യാറാക്കുക. പഠനം ആരംഭിച്ച ശേഷം പേന എടുക്കാൻ വേണ്ടി എഴുന്നേൽക്കേണ്ടി വരരുത്. പുസ്തകങ്ങൾ, നോട്ട്ബുക്ക്, പേന, പെൻസിൽ, ഹൈലൈറ്റർ, വാട്ടർ ബോട്ടിൽ എന്നിവയെല്ലാം മുൻകൂട്ടി മേശപ്പുറത്ത് വയ്ക്കുക. 30 മിനിറ്റ് നേരം നീളുന്ന പഠനം ആരംഭിക്കുകയാണ് എന്ന ചിന്തയോടെ കണ്ണുകൾ അടച്ച് അല്പനേരം ഇരിക്കുക. മനസ്സിൽ വരുന്ന വിചാരങ്ങളെ വിധിക്കുകയോ പിന്തുടരുകയോ ചെയ്യാതെ വന്നു പോകാൻ അനുവദിക്കുക. 3 മിനിറ്റിനുള്ളിൽ ചിന്തകളുടെ തിരമാലകൾ ഒടുങ്ങി മനസ്സിനെ ശാന്തമാക്കുകയും ഇപ്പോഴത്തെ കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. 3. പഠിക്കാൻ ഇരിക്കുന്നതിന് മുമ്പ് വിശപ്പ്, ദാഹം എന്നിവ തീർക്കുക. ലഘുഭക്ഷണം അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങൾ എന്നിവ കഴിക്കാം. വെള്ളം കുടിക്കാം, പക്ഷേ വളരെയധികം കഴിക്കരുത്, ഉറക്കം വരും.
ഈ തയ്യാറെടുപ്പ് നമ്മുടെ ഫോക്കസ് സെഷന് ഒരു ഔപചാരികത നൽകുന്നു. ഇത് മനസ്സിനൊരു സിഗ്നൽ അയക്കുന്നു. ശ്രദ്ധിക്കൂ, ഇപ്പോൾ ഇനി വരാൻ പോകുന്ന 30 മിനിറ്റ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് തുടങ്ങാം. ആദ്യം 30 മിനിറ്റിനുള്ള ടൈമർ ഒരു വാച്ചിൽ സെറ്റ് ചെയ്യുക. അധ്യായം 4, 30 മിനിറ്റ് ഫോക്കസ് സെഷൻ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാം. ഇപ്പോൾ നമ്മൾ തയ്യാറാണ്. പരിസരം ശുദ്ധമാണ്, മനസ്സ് ശാന്തമാണ്. 30 മിനിറ്റിൻ്റെ ടൈമർ നമ്മൾ ഓൺ ചെയ്തു കഴിഞ്ഞു. നമ്മുടെ ലക്ഷ്യം വ്യക്തമാണ്. ഇനി ആ 30 മിനിറ്റിനെ എങ്ങനെ ഏറ്റവും ഫലപ്രദമായി മാറ്റാം എന്ന് നോക്കാം. ഇതിനായി നമുക്ക് SQ3R എന്ന പഠന രീതി ഉപയോഗിക്കാം. SQ3R തെളിവുകളാൽ പിന്തുണയ്ക്കപ്പെട്ട ഒരു പഠന രീതിയാണ്. ഏതൊരു പാഠഭാഗവും അല്ലെങ്കിൽ ലേഖനവും മനസ്സിലാക്കി ഓർമ്മയിൽ നിലനിർത്താൻ സഹായിക്കുക എന്നതാണ് ഈ പഠന രീതിയുടെ ലക്ഷ്യം. SQ3R എന്നാൽ സർവേ, ക്വസ്റ്റ്യൻ, റീഡ്, റിസൈറ്റ്, റിവ്യൂ എന്നതിൻ്റെ ചുരുക്കപ്പേരാണ്. S എന്നാൽ സർവേ, സ്കാൻ, പ്രിവ്യൂ ചെയ്യുക 2 മിനിറ്റ്. പഠനം തുടങ്ങുന്നതിന് മുമ്പ് പാഠഭാഗം മനസ്സിൽ സ്കാൻ ചെയ്യുന്നതാണ് ഈ ഘട്ടം. പുസ്തകത്തിൽ പഠിക്കാനുള്ള പാഠഭാഗത്തിൻ്റെ തലവാചകം, ടൈറ്റിൽ നോക്കുക. സബ് ഹെഡിംഗ്, വിഭാഗങ്ങൾ എന്നിവ നോക്കുക. ചിത്രങ്ങൾ, ചാർട്ടുകൾ, ടേബിളുകൾ എന്നിവ നോക്കുക. ബോൾഡ് അല്ലെങ്കിൽ ഹൈലൈറ്റഡ് ആയ വാക്കുകൾ ശ്രദ്ധിക്കുക. ചാപ്റ്ററിൻ്റെ സമ്മറി ഉണ്ടെങ്കിൽ അത് നോക്കുക. ഇത് എന്തിനാണ്? പാഠഭാഗം എന്തിനെക്കുറിച്ചാണ് പറയുന്നത് എന്നതിൻ്റെ വലിയ ചിത്രം നമുക്ക് ലഭിക്കും. എന്താണ് നമ്മൾ പഠിക്കേണ്ടത് എന്നതിനായി മനസ്സ് തയ്യാറാകും. പിന്നീട് പാഠഭാഗം വായിക്കുമ്പോൾ അനുബന്ധ വിവരങ്ങൾ ബന്ധിപ്പിക്കാൻ നമ്മുടെ തലച്ചോറിന് എളുപ്പം സാധിക്കും. അങ്ങനെ സർവേ നമുക്ക് 2 മിനിറ്റ് കൊണ്ട് പൂർത്തിയാക്കാം. അടുത്തത് Q ആണ്, ക്വസ്റ്റ്യൻ, ചോദ്യങ്ങൾ സൃഷ്ടിക്കുക 3 മിനിറ്റ്. സർവേ നടത്തിയ ശേഷം പാഠവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മനസ്സിൽ ഉണ്ടാക്കുക. ഈ പാഠഭാഗം എന്താണ് പഠിപ്പിക്കുന്നത്? ഇതിലെ പ്രധാന ആശയങ്ങൾ എന്തൊക്കെയാണ്? ഈ ഭാഗത്തുള്ള പ്രധാന പോയിന്റുകൾ എത്രയെണ്ണമാണ്? അവ ഏതൊക്കെയാണ്? എന്തിനാണ് ഇത്തരം ചോദ്യങ്ങൾ? ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കണ്ടെത്തുന്നതിൽ നമ്മുടെ തലച്ചോറ് അസാധാരണമായി ശക്തമാണ്. ചോദ്യങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ വായന ആക്റ്റീവ് റീഡിംഗ് ആയി മാറും. കാര്യങ്ങൾ കൂടുതൽ സമയത്തേക്ക് ഓർമ്മ നിൽക്കും. ഇനി നമുക്ക് ആദ്യത്തെ R നോക്കാം. റീഡ്, ശ്രദ്ധയോടെ വായിക്കുക 15 മിനിറ്റ്. എങ്ങനെ വായിക്കണം? നമ്മൾ നേരത്തെ മനസ്സിൽ തയ്യാറാക്കിയ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്ന രീതിയിൽ വേണം വായന. പ്രധാന ആശയങ്ങൾ അണ്ടർലൈൻ ചെയ്യാം. ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കാം. മനസ്സിലാകാത്ത ഭാഗങ്ങൾ സൈഡിൽ നോട്ട് ഡൗൺ ചെയ്യുക. ഈ ഘട്ടത്തിൽ നമ്മുടെ തലച്ചോറ് ചോദ്യങ്ങളും വിവരങ്ങളും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. R2 റിസൈറ്റ്, പറയുക, എഴുതുക 5 മിനിറ്റ്. വായിച്ച ശേഷം വായിച്ച ഭാഗം നമ്മുടെ സ്വന്തം വാക്കുകളിൽ പറയുന്നതാണ് ഈ ഘട്ടം. ഇത് വളരെ പ്രധാനമാണ്. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? പുസ്തകം അടച്ച് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ പറഞ്ഞു നോക്കുക. പ്രധാന ആശയങ്ങൾ ചെറുകുറിപ്പായി എഴുതി വയ്ക്കാം. ഒരു സമ്മറി 4-5 വരികളിൽ എഴുതാം. ഇങ്ങനെ റിസൈറ്റ് ചെയ്യുന്നത് ബ്രെയിനിൻ്റെ ആക്റ്റീവ് റീകോൾ ശക്തിപ്പെടുത്തും. ഏറ്റവും ശക്തമായ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്ന കഴിവാണ് ആക്റ്റീവ് റീകോൾ. പാഠപുസ്തകത്തിൽ വായിച്ച കാര്യങ്ങളെ നമ്മുടേതായ അറിവാക്കി മാറ്റും. R3 റിവ്യൂ, വീണ്ടും പരിശോധിക്കുക 5 മിനിറ്റ്. പഠിച്ച കാര്യം സ്ഥിരമായി മനസ്സിലാക്കാനും ഓർക്കാനുമുള്ള ഘട്ടമാണ് ഇത്. എന്ത് ചെയ്യണം? നമ്മൾ എഴുതിയ കുറിപ്പുകൾ വീണ്ടും നോക്കുക. മുമ്പുണ്ടാക്കിയ ചോദ്യങ്ങൾക്ക് സ്വയം ഉത്തരം പറയുക. ഇപ്പോൾ ആ പാഠഭാഗം നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഇത് കൂടാതെ ചെയ്യാവുന്ന കാര്യങ്ങൾ: ചെറിയ സെൽഫ് ടെസ്റ്റ് നടത്തുക. ഒരു ദിവസത്തിന് ശേഷവും ഒരാഴ്ചയ്ക്ക് ശേഷവും 5 മിനിറ്റ് റിവ്യൂ ചെയ്യുക. എന്തിനാണ് ഇപ്രകാരം റിവ്യൂ ചെയ്യുന്നത്? വിവരങ്ങൾ ഷോർട്ട് ടൈം മെമ്മറിയിൽ നിന്ന് ലോങ് ടൈം മെമ്മറിയിലേക്ക് മാറാൻ റിവ്യൂ ആവശ്യമാണ്. ഇത് നമ്മുടെ പഠനത്തെ സ്റ്റേബിൾ നോളജ് ആക്കി മാറ്റും. തുടർ പദ്ധതി: അടുത്ത 30 മിനിറ്റ് സെഷൻ എപ്പോഴാണെന്ന് തീരുമാനിക്കുക, അല്ലെങ്കിൽ അടുത്ത ലക്ഷ്യം എന്താണെന്ന് നിശ്ചയിക്കുക. ക്രമേണ വർദ്ധിപ്പിക്കാം. ഒരാഴ്ചയോളം 30 മിനിറ്റ് സെഷനുകളിൽ വിജയിച്ച ശേഷം അടുത്ത ആഴ്ച അത് 35 മിനിറ്റാക്കി വർദ്ധിപ്പിക്കുക. പിന്നീട് 40-45 എന്നിങ്ങനെ. നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഇതിന് അനുയോജ്യമായി ക്രമപ്പെടാനുള്ള സമയം നൽകുക.
ഓരോ ഫോക്കസ് സെഷനുകൾക്കും ഇടയിൽ 5 മുതൽ 10 മിനിറ്റ് വരെ വിശ്രമം ഒരിക്കലും ഒഴിവാക്കരുത്. നീണ്ട സെഷനുകൾ നടത്താം. ഒരു ദിവസം 1-2 നീണ്ട സെഷനുകൾ, 1-2 മണിക്കൂർ വീതമുള്ള സെഷനുകൾ നടത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവയെ 30-45 മിനിറ്റ് ബ്ലോക്കുകളായി നമുക്ക് തരംതിരിക്കാം. ഓരോ ബ്ലോക്കിനും ശേഷം 10 മുതൽ 15 മിനിറ്റ് വരെ വിശ്രമം നൽകുക. ഈ വിശ്രമ സമയം മനസ്സിനെ പുതുക്കുകയും അടുത്ത ബ്ലോക്കിനായി ഊർജം നൽകുകയും ചെയ്യുന്നു. ഫോക്കസ് ഒരു ശീലമാക്കാം. ക്രമേണ ഇത്തരത്തിൽ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ സ്വഭാവമായി മാറും. നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടി വരുമ്പോൾ നമുക്ക് വേഗത്തിലും എളുപ്പത്തിലും ആഴത്തിലുള്ള ശ്രദ്ധയിലേക്ക് മാറാനാകും. ഇത് നമ്മൾ ആകെ ചെലവഴിക്കുന്ന സമയത്തേക്കാൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കും. ജോലിയിൽ, ബന്ധങ്ങളിൽ, ഹോബികളിൽ എല്ലാം നമ്മൾ മെച്ചപ്പെടും. ഉപസംഹാരം: നമ്മുടെ ശ്രദ്ധയുടെ ഉടമ നമ്മളാണ്. ജീവിതം ഒരു നിരന്തരമായ തടസ്സങ്ങളുടെ പ്രവാഹമാണ്. അത് മാറ്റാനാവില്ല. പക്ഷെ നമ്മൾ ഏത് കാര്യത്തിൽ എത്രത്തോളം ശ്രദ്ധ നൽകണം എന്ന തീരുമാനത്തിൻ്റെ ഉടമ നമ്മൾ തന്നെയാണ്. ഈ ഓഡിയോ പുസ്തകം വാഗ്ദാനം ചെയ്യുന്നത് രാത്രികളിൽ ഉറങ്ങാതെ പഠിക്കുന്നതോ ജീവിതത്തിൽ മറ്റു സന്തോഷങ്ങൾ ഉപേക്ഷിക്കുന്നതോ അല്ല. ഇത് നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത് ജ്ഞാനത്തിൻ്റെയും വ്യക്തിപരമായ വളർച്ചയുടെയും വേഗത കൂട്ടുന്നതിനായി നമ്മുടെ വിലയേറിയ സമയത്തിൻ്റെ നിയന്ത്രണം തിരികെ എടുക്കാനുള്ള ഒരു രീതിയാണ്. 30 മിനിറ്റ് ഒരു ടൂളാണ്, ഒരു തന്ത്രമാണ്, ഒരു വാഗ്ദാനമാണ്. വാഗ്ദാനം ഇതാണ്: നമുക്ക് ചെയ്യാൻ കഴിയും, നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും, നമുക്ക് ആഴത്തിൽ ചിന്തിക്കാനും മനസ്സിലാക്കാനും നേടാനും കഴിയും. നമ്മുടെ ശ്രദ്ധയുടെ രക്ഷിതാവ് നമ്മളാണ്. അതിനായി പോരാടാം, അത് സമ്പന്നമാക്കാം. വിജയകരമായ പഠനത്തിന് എല്ലാവർക്കും ആശംസകൾ.